ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഹോം ടൂറിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കോർണറും ഓരോ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. ഇനി നമുക്ക് അപ്സ്റ്റെയറിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഓരോ വ്യക്തിയും ആഗ്രഹിക്കും ഇതുപോലൊരു വാർഡ്രോബ്, ഇതുപോലൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ അപ്സ്റ്റെയറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 4 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. 2 ബെഡ്റൂം താഴലും 2 ബെഡ്റൂം മുകളിലുമാണുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീടെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിലോരോ ഭാഗങ്ങൾ കണ്ടിഷ്ടമായെങ്കിൽ അവർ അതുപോലെ ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റൂമിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ അവർ കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് തേക്ക് വുഡ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിൻ്റെ വാളിൽ നോക്കുമ്പോൾ ഒരു ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു സിമൻറ്റ് കളർ ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഗ്രൂ ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ബീഡിങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു വാള് എത്രയും അടിപൊളിയാക്കിയിട്ടുള്ളത് അവൾ തന്നെയാണ്. ഓള് പിൻട്രസ്റ്റിൽ ഏകദേശം ഈ ഒരു മോഡൽ പോലുള്ള ഒരു പിക്ചർ കണ്ട് എന്നിട്ട് ഓൾ തന്നെ ഡിസൈൻ ചെയ്ത് എൻജിനീയറോട് പറഞ്ഞ് ഇത്ര ലൈന് ഇന്ന ഭാഗത്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഓൾ തന്നെ വരച്ച് കൊടുത്തിട്ട് ജയിപ്പിച്ചതാണ്. പിന്നെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ഫുഡ് ലാമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന സ്റ്റെയർ തന്നെയാണ്. ഇനി സ്റ്റെയറിൻ്റെ ഈ ഒരു ലാൻഡിങ്ങിൽ വരുന്ന ഈ ഒരു വാളിൽ ഇതുപോലൊരു ക്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തായതുകൊണ്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അപ്സ്റ്റെയറിലെത്തി. അപ്സ്റ്റെയറിൽ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിലായിട്ട് ഒരു വിൻഡോവും കൂടെ വരുന്നുണ്ട്. ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ആ ഒരു വിൻഡോ സെറ്റാക്കിയിട്ടുള്ളത്. അവിടെ ഒരു റോമൻ കേർട്ടനും കൂടെ നമ്മുടെ വാളിന് മാച്ച് ആയിട്ടുള്ള കളറിൽ റോമൻ കേർട്ടനും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റ് ഉണ്ടാവും, പക്ഷേ ഇവിടെ ഡബിൾ ഹൈറ്റ് അല്ല. ഇവിടെ ഒരു വാർപ്പ് കൊടുത്തിട്ട് അവിടെ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സിമൻറ്റ് ടെക്സ്ചർ പെയിൻറ് കൊടുത്ത് അവിടെ ഒരു ഫാൻസി ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റെയറിന് മുകളിൽ ഡബിൾ ഹൈറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കാണുന്നത് താഴെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ഡബിൾ ഹൈറ്റ് ആണ്. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ഫാൻസി ലൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് അവർ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. സാധാരണ സ്റ്റെയറിൻ്റെ മുകളിൽ കൊടുക്കുന്നത് അവർ ലിവിങ് ഏരിയയിൽ നിന്ന് കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ ഹാളാണ് കിട്ടുന്നത്. ഒരു നീളത്തിലാണ് ഹാള് വരുന്നത്. ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് അവർ ഒരു നല്ലൊരു ഒരു വെറൈറ്റി കളർ, എപ്പോഴും ഔട്ടാവാത്ത രീതിയിലുള്ള ഒരു കളറിൽ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും പല കളറും, പക്ഷേ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ലൊരു റിച്ച് ലുക്കിൽ തന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ചെയറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാള് വരുന്നത് നീളത്തിലാണ്. അപ്പോൾ അവിടെ സീലിംഗ് കൊടുത്തിട്ടുള്ളത് വെനിയറിലാണ്. അതുപോലെ തന്നെ ഒരു 4 സിലിണ്ടർ ലൈറ്റും കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരു വാൾ ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഫോൾഡിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് അയൺ ചെയ്യാനുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ യൂസ് ആക്കാം. ആവശ്യം കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫോൾഡിങ് ടേബിളാണിത്. ഇനി ഈ ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വുഡൻ ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ളത്. റോമൻ കേർട്ടണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു അപ്സ്റ്റെയറിൽ അവർ എവിടെ ഒരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാളിന് അവർ ഫ്രീ ആയി വിടാണ് ചെയ്തിട്ടുള്ളത്. സോഫയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കുറേ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പിലാണ് ഈ ഒരു അപ്സ്റ്റെയർ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിറ്റിംഗ് ഏരിയ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ ഒരു മജ്ലിസാണ്. ഈ ഒരു ഏരിയ വരുന്നത് സ്റ്റെയറിൻ്റെ മുകളിൽ ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിന് അവിടെ ഒരു വാർപ്പ് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിനല്ലോ. ആ ഒരു വാർപ്പിലാണ് അവർ മജ്ലിസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ചെയ്തിട്ടുള്ള സ്റ്റെയർ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വുഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നോക്കുകയാണെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ കളറിൽ ഒരു സോഫയും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മജ്ലിസ് സോഫ എന്ന് തന്നെയാണ് ഈ ഒരു സോഫയ്ക്ക് പറയുന്ന പേര്. ഫ്ലോറിൽ ഇങ്ങനെ വെച്ചു കൊടുക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മജ്ലിസ് സോഫ എന്ന് ഇതിനറിയപ്പെടുന്നത്. ഇതും ഓൾ ഐഡിയയിൽ ചെയ്യിപ്പിച്ചതാണ്. കളറും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പയ്യന്നൂരുള്ള ഒരു ഷോപ്പുകാർ വന്ന് അളവെടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പം കസ്റ്റമൈസ് ആയിട്ട് അവൾ ചെയ്യിപ്പിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരു റഗ്ഗും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മജ്ലിസിന് മാച്ചാകുന്ന രീതിയിൽ CNC കട്ട് കൊടുത്തിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ക്രിസ്റ്റൽ ലൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. UPVCയിൽ ഗ്ലാസ് വിൻഡോ ഈ ഒരു വാള് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് തുറന്നിടാനും അടച്ചിടാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് വിൻഡോ വന്നുകൊണ്ട് തന്നെ. പിന്നെ ഒരു ബീച്ച് കളറിലുള്ള ഫുൾ കർട്ടനും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മജ്ലിസ് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സോഫയും ഫുൾ കർട്ടനും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വാളിൽ ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ട് നമ്മൾ താഴത്തെ സെക്ഷനിലുള്ള സ്റ്റെയറിൻ്റെ അടുത്തുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് വാൾ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ് കൊണ്ട്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡ്രീം ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. നല്ല രസമുള്ള ഒരു ബെഡ്റൂമാണ്. നമ്മളിങ്ങനെ വിചാരിക്കും ഇതുപോലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കങ്ങനെ ഒരു ബെഡ്റൂം ചെയ്യണമെന്ന് വിചാരിച്ച് പോകും. അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. എല്ലാ റൂമിലും കൊടുത്ത പോലത്തെ സെയിം ഡോർ തന്നെയാണ് എവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു റൂമാണ് താഴെയുള്ള 2 റൂമിനെയും കാട്ടിയും വലുപ്പമുള്ള ഒരു റൂം. അപ്പോൾ ഇതിൽ ഡ്രസ്സിങ്ങും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഒരു ന്യൂട്രി ഷെയ്ഡിലാണ് ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ കിങ് സൈസിലുള്ള ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് ബോർഡ് വരുന്നത് സ്വീറ്റ് ഫിനിഷിലുള്ള കുഷനാണ്. ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ബോർഡ് വരുന്ന ആ ഒരു ഏരിയയിൽ കുഷനും മിററും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിസൈന് അവർ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും സ്വീറ്റ് ഫിനിഷിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കളർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള നല്ലൊരു കോമ്പിനേഷനോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഏരിയയും എന്താ പറയുക നല്ലൊരു റിച്ച് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ 2 സോഫ ചെയർസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലൂടെ തന്നെ ഒരു റഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സോഫൻ്റെ ബാക്കിൽ വരുന്ന വാളിന് അവർ റോ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ലൂവോസ് കൊടുത്തിട്ട് PU പെയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഗോൾഡൻ കളറിലുള്ള ബീഡിങ്ങും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ലൂവേഴ്സിൻ്റെ 2 സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാള് തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ബെഡിൻ്റെ സൈഡിൽ കിട്ടുന്ന ഈ ഒരു ഗ്യാപ്പിലാണ് ഡ്രസ്സിങ് ഏരിയ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് 2 വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലെ വാർഡ്രോബ് ബ്ലാക്ക് ടിൻഡർ ഗ്ലാസ് വെച്ചിട്ട് ചെയ്ത വാർഡ്രോബാണ്. ഇത് 3 ഡോറിലുള്ള ഒരു വാർഡ്രോബാണ്. പിന്നെ ഈ ഒരു വാർഡ്രോബിൻ്റെ ഉള്ളിലായിട്ട് അവർ സ്ട്രിപ്പ് ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വാർഡ്രോബ് നോക്കാം. ഇത് കംപ്ലീറ്റ് ഒരു ഗോൾഡൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളർ ബീഡിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു കളറിലാണ് ഇത് 2 വാർഡ്രോബും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിന് ഗോൾഡൻ കളർ ഹാൻഡിലും ഗോൾഡൻ കളർ ബീഡിങ്ങും ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ലെങ്ത് ഉള്ള ഹാൻഡിലാണ് ഈ ഒരു വാർഡ്രോബിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാർഡ്രോബ് ന്യൂട്രൽ ഷെയ്ഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവരിത് മൾട്ടിവുഡിൽ ചെയ്തിട്ട് PU പെയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ഡോറ് എന്താ പറയുക സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഡോറ് ഗ്രൂ ഡിസൈനും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 വാർഡ്രോബിൻ്റെയും സെൻട്രലായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഓപ്പൺ കബോർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ സൈസിലുള്ള മിററും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ കബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാകും. പിന്നെ ഇതാ ഒരു ക്യൂട്ടായിട്ടുള്ള പഫ് സ്റ്റൂളും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ബെഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൂമിലും ഓട്ടോമാറ്റിക് കർട്ടൻ തന്നെയാണ് വരുന്നത്. നമുക്ക് റിമോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അലക്സയും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കർട്ടൻ്റെ കൂടെ തന്നെ ഷിയ കർട്ടനും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ നിന്ന് ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഡോറ് UPVCയുടെ ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഈ ഒരു ബാൽക്കണീൻ്റെ ഈ ഒരു സൈഡിൽ ഒരു പർഗോള അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് GI പൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു പർഗോള അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സിലിണ്ടർ ലൈറ്റും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോകാം. സിറ്റ് ഔട്ടിലേക്ക് പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത സിറ്റ് ഔട്ടിലെ 2 സൈഡിലും UPVCൻ്റെ ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. ഒരു സ്വിംഗ് ചെയറും കൂടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള വാഷ്റൂം കാണാം. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല അവർ. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് FRP ഡോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തിട്ടുള്ള ബാത്റൂം പോലെ തന്നെ ഈ ഒരു ബാത്റൂമും ഗോൾഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഓഫ് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തീം ക്രീം, ബ്ലാക്ക്, ഗോൾഡ് അതൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള 2 ബാത്റൂമിനേക്കാളും ഒന്ന് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരു ബാത്റൂം 2 ബാത്റൂം ഉണ്ട് താഴെ. അതിനേക്കാളും വലിയ സൈസാണ് ഈ ഒരു ബാത്റൂം. അപ്പോൾ ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബാത്റൂം വരുന്നത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചൺ ടൂർ ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ഏരിയയിലുള്ള ടവൽ റാക്ക്, ബോഡി ജെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ സിൽവറിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഫോസറ്റ് ഗോൾഡൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലോസറ്റ് വെച്ച ഭാഗത്ത് ഒരു എഡ്ജ് വാൾ കൊടുത്തിട്ട് അതുപോലെ എന്താ പറയുക ഈ ഒരു ഫ്ലഷ് ബോർഡ് ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ലൂവേഴ്സ് വർക്കും ചെയ്ത് ഒരു ഗോൾഡൻ ബീഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയയും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ വാഷിംഗ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ. ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ്. പിന്നെ നല്ലൊരു വെറൈറ്റി വരുന്ന നല്ല ലെങ്ത് കിട്ടുന്ന ഒരു ഗോൾഡൻ വൈറ്റ് കളറ് വാഷ് ബേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലക്ഷറി ടാപ്പും കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും അതിമനോഹരമായിട്ടാണ് ഓരോ ഏരിയയും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വലിയൊരു സൈസുള്ള മിററും കൂടെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ലാസ്റ്റ് പോർഷനാണ്. ഒരു ലോണ്ട്രി ഏരിയ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. സ്റ്റഡി ഏരിയൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് ഈ ഒരു ലോണ്ട്രി ഏരിയ അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടെറസ് അവർ ഈ ഒരു ലുക്കിലേക്ക് മാറ്റി. ഈ ഒരു ഏരിയ ഗ്രേ വൈറ്റ് ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള ടൈല് മൊറോക്കൻ ടൈലാണ്. പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അവർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റും കൊടുത്ത് നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് പോളി കാർബണേറ്റിൻ്റെ ഷീറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് നമ്മൾക്ക് പൊക്കി വെക്കാം, ആവശ്യമില്ലെങ്കിൽ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ ഒരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു GI പേപ്പിനെ ഹാങ് ചെയ്തിട്ട് തന്നെ ഡ്രസ്സൊക്കെ ആറിടാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡും വരുന്നത് ഫോൾഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് പൊക്കി വെക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ താത്തി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് അവർ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടുന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. വാഷിംഗ് മെഷീനിലും വേണേൽ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീന് 9 kg LGയുടെ ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അലക്ക് കല്ലും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാത്തപ്പോൾ ഇതുപോലെ അലക്ക് കല്ലിലും കൂടെ ഇട്ട് നമുക്ക് ഇവിടുന്ന് വാഷ് ചെയ്യാൻ പറ്റും. ഇത് ഓള് പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടിഷ്ടമായിട്ട് ചെയ്യിപ്പിച്ചതാണ്. പിൻട്രസ്റ്റിൽ ഒരു ബ്ലാക്ക് കളറിൽ ക്ലോത്ത് വാഷിംഗ് സിങ്ക് എന്ന് പറഞ്ഞിട്ട് കണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ സുലഭമല്ലാത്തത് കൊണ്ട് ഈ ഒരു ഐഡിയയിൽ ഓള് ചെയ്തതാണ്. WBCയിലാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ്. ആ ഒരു ഏരിയ കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടറും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിൻ്റെ ഡോറും കൂടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആരെങ്കിലും വേണ്ടാണ്ട് തുറക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ അത് സൗണ്ട് ഉണ്ടാക്കും. അതാണ് ആ ലോക്കിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് വീട്ടിലെ മുകളിൽ കയറേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റെയറിനെ മതി. അപ്പം നമ്മളൊക്കെ പണ്ടൊക്കെ ചെയ്യല് ലാഡർ ഇങ്ങനെ വെക്കലാണല്ലോ. ലാഡർ ആവശ്യത്തിന് വെച്ചിട്ടാണല്ലോ നമ്മൾ മുകളിലേക്ക് കയറുകയൊക്കെ ചെയ്യല്. ഇപ്പോൾ ഇതുപോലെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ഓളൊരു പ്ലാനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഡിലേ ആയി, കാരണം എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ മാഷാല്ലാ പുതിയ ഫോണൊക്കെ കിട്ടി സെറ്റായിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഡെയിലി വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് കിച്ചൺ ടൂറാണ്. ഇൻഷാല്ലാ അതും വേഗം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.